നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നാൽ നിങ്ങൾക്കെന്നും സന്തോഷം മാത്രം ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം ഈ ലോകത്ത് ജീവിച്ചതും ജീവിച്ചിരിക്കുന്നവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണെന്ന് തിരിച്ചറിയുക. തോൽക്കാൻ മനസ്സില്ലാത്തവർക്ക് മാത്രമേ വിജയമുള്ളൂ. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണെന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുമെന്നാൽ പ്രശ്നങ്ങളോട് എങ്ങനെ നാം പ്രതികരിക്കുന്നു എന്ന രീതി അനുസരിച്ചായിരിക്കും നമ്മുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ നിങ്ങൾക്ക് തന്നെ കഴിയൂ. ഒന്നിനു വേണ്ടിയും ആരെയും കുറ്റപ്പെടുത്തരുത്. വേദന മറച്ചുകൊണ്ടല്ല, വേദന അറിഞ്ഞുകൊണ്ട് ചിരിക്കണം. ആ ചിരി തളർന്നവർക്ക് കരുത്താകാനും തളർത്തിയവർക്ക് കരുത്ത് അറിയിക്കാനുമുള്ളതാവണം. കണ്ണിൽ കണ്ട കാഴ്ചകളും കാതിൽ കേട്ട വാക്കുകളും മറന്നേക്കാം. എന്നാൽ കണ്ണ് നിറച്ചവരെയും കണ്ണീർ തുടച്ചവരെയും ഒരിക്കലും മറക്കരുത്. നമുക്ക് നഷ്ടപ്പെട്ട സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. എന്നാൽ വരാനിരിക്കുന്ന ആ നിമിഷത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനും നമുക്ക് കഴിയണം. എല്ലാവരും ഒരുപോലെ കഴിവുള്ളവരാകണം എന്നില്ല. എന്നാൽ എല്ലാവർക്കും അവരവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനുള്ള അവസരം ഒരുപോലെയാണ്. ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. കാരണം ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളവർ ഒരുപക്ഷെ നാളെ നിങ്ങളോടൊപ്പം നടക്കാൻ ഉണ്ടാവണമെന്നില്ല. തളർന്നു വീഴുന്നത് കണ്ടാൽ ചിരിക്കാൻ പലരും ഉണ്ടാകുമെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് പലരും വീണ്ടും വീണ്ടും ഉയർന്നെഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത്. ലക്ഷ്യം സത്യമാണെങ്കിൽ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന ഒന്നിനെയും ഓർത്തു നിങ്ങൾ പരിഭ്രാന്തരാവരുത്. മുന്നോട്ട് മാത്രം നോക്കി ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. നിങ്ങളുടെ ദുഃഖം പങ്കുവെക്കാൻ ആരുമില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തനാവുന്നത്. ഒരു വ്യക്തി ഒരു കാര്യത്തിൽ മാത്രം ഉറക്കുകയും മറ്റെല്ലാ കാര്യവും മറക്കുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പുരോഗതി ഉണ്ടാവുകയില്ല.